ഹായ്, ഇന്നേക്ക് റെസിപ്പി ആണ്ട്ടാ. പരിപ്പിടാതെ സാമ്പാർ വയ്ക്കാണ്ട്ടാ. എന്താ പച്ചക്കറി അരിഞ്ഞ് വെച്ച് കാണിച്ചരാ. ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വറമുളക്, കുരുമുളക്, മല്ലി, ജീരകം, കറിവേപ്പിലൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണയിൽ. പിന്നെ തേങ്ങ ചിരകി അതും വറുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പരിപ്പിന് പകരം വെള്ളപ്പയറാണ്ട്ടാ. വെള്ളപ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് പിന്നെ എണ്ണ ഒഴിച്ച് കടുക്, ജീരകം ഇട്ട് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, സബോള അരിഞ്ഞത്, കറിവേപ്പില ഇട്ട് നന്നായി താളിച്ചെടുക്കട്ടാ. നന്നായി വണക്കിയെടുക്കുക. നന്നായി വണങ്ങി പിന്നെ തക്കാളി ഇട്ട് വണക്കിയേട്ടാ. നന്നായി വണക്കിയെടുക്കുക. തക്കാളി വണക്കി പിന്നെ ഈ അരിഞ്ഞ് വെച്ചില്ല പച്ചക്കറി അതൊക്കെ ഇടുകേട്ടാ. മാങ്ങ, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായി വണക്കിയെടുക്കുക. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വണക്കി അതും പിന്നെയും വണക്കേട്ടാ. ഒരുവിധം വണങ്ങി പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്ത് വെള്ളം പറഞ്ഞതാ? വെള്ളപ്പയർ വേവിച്ചില്ലേ, ആ വെള്ളം ഒഴിച്ച് വിടാട്ടാ. പിന്നെ തേങ്ങ അടിച്ച് ഒഴിക്കുക, മസാല ഒഴിക്കുക. തനിത്തനിച്ച് അടിക്കണു വിചാരിക്കേണ്ട. ജാറ് കംപ്ലൈൻ്റ് ആയിട്ടാ. അത് കാരണം തനിത്തനിച്ച് അടിച്ച് ഒഴിക്കണേ. പിന്നെ കുറച്ച് അളവിന് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കുക. പുളി ഉണ്ടല്ലോ, അളവിന് പുളി ഒഴിക്കുക. പിന്നെ പുളി ഒഴിച്ച് കുറച്ച് തിള വന്നതും മറ്റേ വെള്ളപ്പയറില്ല വേവിച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ച് നന്നായി ഇളക്കുക. പിന്നെ ഉപ്പ് അളവ് നോക്കിയിട്ട് വെള്ളം അളവിനിട്ട് തിളപ്പിച്ചെടുത്ത സാമ്പാർ റെഡി ആയിട്ടാ. പരിപ്പ് ഇടാതെ സാമ്പാർ. ഓക്കെ, ചോറിട്ടതാ സാമ്പാർ ഒഴിക്കാൻ പോണേ. വെള്ളപ്പയർ സാമ്പാറാണ് കേട്ടോ. സൂപ്പറായി കഴിക്കാൻ പോകണ്ടാ. ചോറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം അത് മാത്രമല്ല മസാല ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മുട്ടയും ഉണ്ടായിരുന്നു, അത് മസാല ഓംപ്ലേറ്റ്. പിന്നെ വറുത്ത മുളക് കൊണ്ട് കേട്ടോ. ഇതാണ് കാലത്തെ സ്പെഷ്യൽ. ഓക്കെ, കാലത്ത് കഴിക്കാൻ പോകണേ. മാങ്ങയൊക്കെ ഇട്ട് സാമ്പാറുണ്ടല്ലോ, കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് മസാല ഓംപ്ലേറ്റ്, വറുത്ത മുളകും കഴിക്കുക കേട്ടോ. സൂപ്പറാണ്. നിങ്ങളുടെ വീട്ടിൽ എന്താണ് സ്പെഷ്യൽ കാലത്ത് പറയുക കേട്ടോ.